കേരളത്തിൻ്റെ വാർത്താ മേഖലകളിൽ കഴിഞ്ഞ 20 വർഷത്തിലേറെയായി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ എന്നത്. മുല്ലപ്പെരിയാറിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ചും അതിൻ്റെ പഴക്കവും അതൊരു ദുരന്തമായി പരിണമിച്ചാൽ അത് ബാധിച്ചേക്കാവുന്ന മേഖലകളും മനുഷ്യരും തുടങ്ങി മലയാളി മനസ്സുകളുടെ ഇടയിൽ മുല്ലപ്പെരിയാർ എന്ന ഡാം ഭീതിയുടെ വിത്ത് വിതച്ചിട്ട് കാലങ്ങളായി എന്ന് തന്നെ പറയാം. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ഡാമുകളിലൊന്നായ ഇത് 1890കളിൽ ജോൺ പെനിക്വിക്കിൻ്റെ നേതൃത്വത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. ജലമില്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന തമിഴ്നാട്ടിലെ പല ജില്ലകളിലേക്ക് ഈ ഒരു ഡാമിലൂടെ ആ കാലത്ത് തന്നെ ജലലഭ്യത ഉറപ്പുവരുത്തിയ ഒരു വമ്പൻ പദ്ധതി. കാടിനുള്ളിലെ ആ ഡാമിനെക്കുറിച്ച് പല കാലം വരെയും ആരും ഓർത്തിരുന്നത് പോലുമില്ല. എന്നാൽ 1979ൽ ഗുജറാത്തിലെ മോർബി ഡാം തകരുകയും 10,000-ലധികം മനുഷ്യർ കൊല്ലപ്പെടുന്ന അവസ്ഥയുമുണ്ടായി. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഡാമുകളുടെ കാലപരിധിയുമായും ശേഷിയുമായുമൊക്കെ ബന്ധപ്പെട്ട ഒരു വലിയ മുന്നറിയിപ്പ് കൂടിയായിരുന്നു അത് എന്ന് പറയാം. വെറും 20 വർഷത്തോളം മാത്രം പഴക്കമുള്ള ആ ഡാം തകർന്നപ്പോൾ ഏതാണ്ട് 85 വർഷം പഴക്കമായ ഒരു ഡാമിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരും എന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. മുല്ലപ്പെരിയാറിൻ്റെ പഴയകാല ചിത്രങ്ങളും പുതിയ കാല ചിത്രങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ മാറ്റങ്ങൾ കാണാനാവും. രണ്ട് വ്യത്യസ്ത ഡാമുകൾ പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. 1979 കാലത്ത് മുല്ലപ്പെരിയാർ എന്നത് ഈ കാണുന്നത് പോലെ തന്നെ എങ്ങനെയാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ ഒരു രൂപത്തിൽ തന്നെയായിരുന്നു. എന്നാൽ ഡാമിനെ പരിശോധിച്ച സമയത്ത് അനുവദനീയമായതിലും അധികം അളവിൽ ചോർച്ചയും മറ്റുമൊക്കെയായി ദയനീയ അവസ്ഥയിലുമായിരുന്നു. സ്വാഭാവികമായും ഒരു വലിയ ദുരന്തം മുഖം മുന്നിൽ കാണുന്ന ഭരണമേഖലകൾ ഡാമിൻ്റെ സുരക്ഷയെപ്പറ്റി ആശങ്കകൾ ഉയർത്തുകയും ഈ ഡാമിൽ പഠനങ്ങൾ നടത്തുകയുമുണ്ടായി. സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ പഠനങ്ങളിലടക്കം ഡാമിന് പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തുകയും ഉടനടി ഏറ്റവും അടുത്ത പരിഹാര നടപടി എന്ന നിലയിൽ വലിയ തോതിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്താനും നിർദ്ദേശിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി 152 അടിയിലുണ്ടായിരുന്ന ജലവിധാനം 142 അടിയിലേക്ക് താഴ്ത്താനും നിർദ്ദേശങ്ങളെത്തി. എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഒരു അവസ്ഥ സൃഷ്ടിക്കുക എന്നതുകൊണ്ട് തന്നെ ഡാമിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതിന് തന്നെയായിരുന്നു പ്രാധാന്യം ലഭിച്ചത്. അതോടെ തമിഴ്നാടിൻ്റെ നേതൃത്വത്തിൽ മുല്ലപ്പെരിയാർ ഡാമിൽ വലിയ തോതിലുള്ള അറ്റകുറ്റപ്പണികൾക്കും ഡാമിൻ്റെ ശേഷിയെ ഉയർത്തുന്ന നടപടികളും ആരംഭിക്കുകയാണ്. ഇന്നീ കാണുന്ന മുല്ലപ്പെരിയാർ എന്നത് ഈ ഒരു അറ്റകുറ്റപ്പണികൾക്ക് ശേഷം കാണുന്ന രൂപമാണ്. ഈ വീഡിയോയിലൂടെ അന്ന് നടത്തിയ പുനർനിർമ്മാണ നടപടികളെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ എന്നത് വളരെ നിർണായകമായ ഒരു ഇടമായതുകൊണ്ട് തന്നെ വളരെ വലിയ തോതിലുള്ള ഇടപെടലുകൾ അവർ ഈ ഡാമിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്ന് പറയാം. പഴയ കാലത്തുണ്ടായിരുന്ന ആ കുഞ്ഞൻ മുല്ലപ്പെരിയാർ ഡാമിനെ ആകെ മൊത്തം മാറ്റിമറിക്കുന്ന ഒരു നടപടി തന്നെയായിരുന്നു 1980 കാലത്ത് ഈ ഡാം മേഖലയിൽ നടത്തപ്പെട്ടത് എന്ന് പറയാം. 1979 നവംബർ മാസം തിരുവനന്തപുരത്ത് നടത്തപ്പെട്ട ചർച്ചയ്ക്കപ്പുറം ഡാമിനെ ബലപ്പെടുത്താനുള്ള നടപടികൾക്ക് അംഗീകാരം നൽകപ്പെട്ടു. അതിന് പ്രകാരം അടിയന്തര നടപടി എന്ന നിലയിൽ ഡാമിൻ്റെ 152 അടി എന്നത് 136ലേക്ക് കുറയ്ക്കുക എന്ന നടപടിയിലേക്ക് കടന്നു. ഒപ്പം ഉടനടി ഡാമിന് RCC ക്യാപ്പിംഗ് നൽകുക, മറ്റൊന്ന് ഡാമിൽ കേബിൾ ആങ്കറിംഗ് നടത്തുക, അതുപോലെ തന്നെ 145 അടി വരെയുള്ള മേഖലയിൽ RCC ബാക്കിങ്ങും നൽകുക, അതുപോലെ തന്നെ 3 അഡീഷണൽ സ്പിൽവേ കൂടി സൃഷ്ടിക്കുക. ബേബി ഡാമിനും അതിൻ്റേതായ അറ്റകുറ്റപ്പണികളൊക്കെ നിർദ്ദേശിക്കപ്പെട്ടു. ആദ്യ എസ്റ്റിമേറ്റുകൾ അനുസരിച്ച് 720 ലക്ഷമൊക്കെയായിരുന്നു പദ്ധതി തുക. അത് പിന്നീട് പല രീതിയിൽ മാറി മറിയുകയുമൊക്കെ ചെയ്തു. ഇതിനിടയിൽ കേസുകളൊക്കെ നടക്കുമല്ലോ. അപ്രകാരം 142 അടിയിൽ തുടരാമെന്ന് തമിഴ്നാടിനോട് കോടതി പറയുകയും ചെയ്തു. ഏതായാലും ഡാം ശക്തിപ്പെടുത്തലിൻ്റെ ഭാഗമായി ഈ മേഖലയിലേക്കുള്ള കാടൊക്കെ വെട്ടിത്തെളിച്ച് റോഡുകളെല്ലാം സൃഷ്ടിക്കപ്പെട്ടു. ഈ ഡാമിൽ അടിയന്തരമായി അല്ലെങ്കിൽ ആദ്യമായി ചെയ്തത് RCC ക്യാപ്പിംഗ് ആണെന്ന് പറയാം. ആദ്യകാല മുല്ലപ്പെരിയാർ ഡാമും നിലവിലെ ഡാം സ്ട്രക്ചറും തമ്മിൽ വലിയ വ്യത്യാസം തന്നെ നമുക്ക് കാണാനാവും. പുതിയ ഡാം കുറച്ചുകൂടെ വലുപ്പമുള്ളതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിന് പ്രകടമായ ഒരു മാറ്റം വരുത്തിയത് RCC ക്യാപ്പിംഗ് ആണ്. പഴയ ഡാമിൻ്റെ ഉപരിതല മേഖലയുടെ ഒരു വലിയ ഭാഗം തന്നെ പൊളിച്ചു കളയുകയും ആ ഭാഗത്ത് RCC അഥവാ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ഉപയോഗിച്ച് ഒരു ക്യാപ്പ് പോലെ വീതി കൂട്ടി ഭാരം കൂട്ടി നിർമ്മാണം നടത്തുകയുണ്ടായി. മറ്റൊരർത്ഥത്തിൽ നിലവിലെ ഡാമിന് മുകളിൽ ഒരു പാലം പോലെ കൂടുതൽ വീതിയിൽ ഒരു ക്യാപ്പ് നൽകപ്പെട്ടു. അങ്ങനെയാണ് ഡാമിന് ഇന്ന് കാണുന്ന വീതി കൂടിയ മുല്ലപ്പെരിയാറിൻ്റെ ഉപരിതലം സൃഷ്ടിക്കപ്പെട്ടത്. RCC ക്യാപ്പിങ്ങിനപ്പുറം മുല്ലപ്പെരിയാറിൽ നടത്തിയ പ്രവൃത്തി എന്നത്
കേബിൾ ആങ്കറിംഗ് ആണ്. ഡാമിൻ്റെ മുകളിൽ നിന്നും താഴെ ഡെപ്ത് വരെ, അതായത് ഫൗണ്ടേഷൻ റോക്ക് വരെ കേബിൾ ആങ്കറിംഗ് നൽകുകയാണ് ഉണ്ടായത്. ഇവിടെ ഡാമിൽ ഏകദേശം 9 അടി വ്യത്യാസത്തിൽ ഏതാണ്ട് 95 കേബിളുകളാണ് നൽകിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഉപരിതലത്തിൽ നിന്നും താഴേക്ക് ഡ്രില്ല് ചെയ്യുകയും ഫൗണ്ടേഷൻ റോക്കും കടന്ന് ഏതാണ്ട് 10 മീറ്ററോളം താഴേക്ക് കൂടെ ഡ്രില്ല് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ സൃഷ്ടിച്ചെടുത്ത ഹോളിനുള്ളിലേക്ക് നോർമൽ ഗ്രൗട്ടിങ് ചെയ്യുന്നു. ഈ ഗ്രൗട്ട് ചെയ്യുന്നത് ഡാമിനുള്ളിലെ വിടവുകളും മറ്റും പരമാവധി നികത്തുന്നതിന് വേണ്ടിയായിരുന്നു. ഈ ഗ്രൗട്ട് ചെയ്തതിനപ്പുറം വീണ്ടും ഡ്രില്ല് ചെയ്യുന്നു, വീണ്ടും ഗ്രൗട്ട് ചെയ്യുന്നു. അങ്ങനെ നിരന്തരമായ ഈ ഒരു പ്രോസസ്സിനപ്പുറം പരമാവധി ചെയ്യാവുന്ന അത്രയും ഗ്രൗട്ട് ചെയ്യുകയും ഡാമിനുള്ളിലെ വിടവുകളെ പരമാവധി അടയ്ക്കുകയും ചെയ്യുന്നു. ഡാമിനുള്ളിൽ അത്രയേറെ വിടവുകൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയായിരുന്നു ഈ നീണ്ട ഗ്രൗട്ടിംഗ് പ്രോസസ്സ് എന്നുകൂടി പറയേണ്ടതുണ്ട്. അങ്ങനെ 95 ഇടങ്ങളിലും ഇത്തരത്തിൽ ഡ്രില്ല് ചെയ്യുകയും ഗ്രൗട്ടിംഗ് നടത്തുകയുമുണ്ടായി. ഡാമിനുള്ളിലെ വിടവുകളെ പരമാവധി ഒഴിവാക്കുന്ന ഒരു നടപടി കൂടിയായിരുന്നു ഇത്. ഇതിനപ്പുറമാണ് ഈ ഹോളുകളിൽ കേബിൾ ആങ്കറിംഗ് നടത്തിയത്. ഹൈ ടെൻഷൻ കമ്പികൾ ഉപയോഗിച്ചുള്ള കേബിളുകൾ ഈ ഒരു ഹോളിലേക്ക് താഴ്ത്തുകയും ഏതാണ്ട് 120 ടണ്ണോളം ഭാരം വലിച്ചു പിടിക്കുന്ന അവസ്ഥയിൽ ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 95 കേബിളുകളും ആങ്കറിംഗ് ചെയ്തതിലൂടെ ഏതാണ്ട് 11,400ഓളം ടൺ ഭാരം ഈ ഡാമിന് നൽകുന്ന അവസ്ഥയുണ്ടായി. അതായത് ഡാമിന് വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ തന്നെ ഡാമിന് വലിയ തോതിൽ ഭാരം കൂട്ടുന്ന ഒരവസ്ഥ കേബിൾ ആങ്കറിങ്ങിലൂടെ അവിടെ സൃഷ്ടിച്ചു എന്ന് പറയാം. ഗ്രാവിറ്റി ഡാമുകൾക്ക് എപ്പോഴും ഭാരം നിർണായകമാണല്ലോ. കാലങ്ങളായി സുർക്കി മിശ്രിതമൊക്കെ നഷ്ടപ്പെട്ടതിലൂടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഘടനയ്ക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ ഇതിലൂടെ ഒരുവിധം പരിഹരിച്ചു എന്നും പറയാം. RCC ക്യാപ്പിംഗ്, കേബിൾ ആങ്കറിംഗ് എന്നിവയ്ക്കപ്പുറം നടത്തിയ പ്രോസസ്സാണ് RCC ബാക്കിംഗ് എന്നത്. RCC ബാക്കിംഗ് എന്നത് ചുരുക്കി പറഞ്ഞാൽ നിലവിലെ ഡാമിന് മുകളിലേക്ക് മറ്റൊരു ഡാം പോലെ ഒരു ലെയർ കൂട്ടിച്ചേർക്കുക എന്നതാണ്. അതായത് ഡാമിൻ്റെ വെള്ളമില്ലാത്ത വശത്ത് ഫൗണ്ടേഷൻ മുതൽ മുകളിലേക്ക് കോൺക്രീറ്റ് ഉപയോഗിച്ച് ഒരു ലെയർ സൃഷ്ടിച്ചു. ഈ ഇടത്താണ് ഇൻസ്പെക്ഷൻ ഗാലറിയൊക്കെ നിലവിലിരിക്കുന്നത് എന്നതാണ് സത്യം. വെള്ളമില്ലാത്ത മുല്ലപ്പെരിയാറിൻ്റെ ഭാഗം പൂർണ്ണമായും RCC ബാക്കിംഗ് പ്രോസസ്സിലൂടെ മറയുകയും ചെയ്തു. 1980 മുതൽ കുറച്ച് വർഷങ്ങളെടുത്താണ് ഇത്തരത്തിലുള്ള ബലപ്പെടുത്തൽ നടപടികളൊക്കെ തമിഴ്നാട് PWD ഒക്കെ മേൽനോട്ടത്തിൽ പല കമ്പനികൾ ചേർന്ന് നടത്തിയത് എന്ന് പറയാം. അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1890കളിൽ ജോൺ പെനിക്വിക് സൃഷ്ടിച്ച ഡാമിൻ്റെ പ്രധാന ഭാഗം തന്നെയാണ്, അതായത് ജലം വന്ന് തട്ടുന്ന ഭാഗത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിനർത്ഥം ആ ഭാഗത്ത് യാതൊരുവിധ പ്രവർത്തികളും ഇതുവരെയും നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ നടത്താൻ സാധിക്കില്ല എന്നതാണല്ലോ. മുല്ലപ്പെരിയാറിലെ ജലവിധാനമൊക്കെ 100 അടിയിലും താഴ്ന്ന ചരിത്രം പോലും ഉണ്ടായിട്ടില്ലെന്നിരിക്കെ വെള്ളം തട്ടുന്ന മേഖലയിലെ ഡാം സ്ട്രക്ചർ ഏതാണ്ട് 130 വർഷമായി അതുപോലെ നിലനിൽക്കുന്നു എന്ന് പറയാം. 1980കളിൽ ബലപ്പെടുത്തിയ മുല്ലപ്പെരിയാർ ഡാമിലൂടെ ചോർച്ചയും മറ്റുമൊക്കെ ഒരു പരിധിവരെ കുറച്ചെന്ന് പറയാമെങ്കിലും അതിനപ്പുറം ഇന്ന് നോക്കുമ്പോൾ ഏതാണ്ട് 45 വർഷത്തിലധികം കാലമായെന്ന് കാണാം. സ്വാഭാവികമായും മുല്ലപ്പെരിയാർ ഡാം വീണ്ടും ചോർച്ചകളും മറ്റുമൊക്കെ കൂടിയിരിക്കാം. മുല്ലപ്പെരിയാർ ഡാം എന്തൊക്കെ അറ്റകുറ്റപ്പണികൾ നടത്തി എന്ന് പറഞ്ഞാലും അതിൻ്റെ കാലപ്പഴക്കം ഇല്ലാതാവുകയില്ലല്ലോ. ഡാമിൻ്റെ ബലക്ഷയത്തെ പറ്റിയൊക്കെ ആധുനിക കാലത്ത് പലരും പലതും പറയുന്നത് നമുക്ക് കാണാം. ഡാം അപകടാവസ്ഥയിലാണ് എന്ന് തെളിയിക്കാനുള്ള നടപടികൾ ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കാം. കാലപ്പഴക്കം എന്നത് ഒരു സത്യാവസ്ഥയാണെന്നിരിക്കെ ജനങ്ങളുടെ സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് നടപടികളൊക്കെ ഉണ്ടാവട്ടെ. പുതിയ ഡാം നിർമ്മിക്കുക എന്നതൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇനിയൊരു ഡാം നിർമ്മിക്കുമ്പോൾ ഉണ്ടാവുന്ന ആഘാതങ്ങൾ നിലവിലെ ഡാമിനെ ബാധിക്കില്ലേ എന്നതും ഒരു ചോദ്യമാണ്. ഡാമിലെ ജലവിധാനം എങ്ങനെ കുറയ്ക്കാം എന്നതാണ് പ്രധാന ചോദ്യം. പ്രകൃതിയെ തോൽപ്പിച്ചുകൊണ്ട് കൂടുതൽ ആഴത്തിലുള്ള ഒരു ടണൽ സൃഷ്ടിച്ച് കൂടുതൽ ജലം തമിഴ്നാടിന് കൊണ്ടുപോയിക്കൂടെ എന്നതും ഒരു ചർച്ചാ വിഷയമായി നിലനിൽക്കുന്നു. ഏതായാലും തമിഴ്നാട്ടിലെ പല ജില്ലകളും മുല്ലപ്പെരിയാറിലെ വെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ജലം കിട്ടേണ്ടതുണ്ട്. മുല്ലപ്പെരിയാറിൻ്റെ കാലപ്പഴക്കം എന്നത് നിർണായകമായി കണ്ട് ബദൽ സംവിധാന മാർഗങ്ങൾ ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് കണ്ടെത്തി നടപ്പിലാക്കട്ടെ എന്നും മുല്ലപ്പെരിയാറിനെ ഓർത്ത് ആശങ്കപ്പെടുന്നവരുടെ ആകുലതകൾ അകലട്ടെ എന്നും പ്രത്യാശിക്കാം.